പ്രതിസന്ധി നേരിടാൻ സാധ്യതയുള്ള മറ്റൊരു മന്ത്രി പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള കെ കൃഷ്ണൻകുട്ടിയാണ്. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ജില്ലയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള CPMന്റെ പരിശ്രമങ്ങളും അവിടുത്തെ കർഷകരെയും സാധാരണക്കാരെയും LDFൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ചിറ്റൂരുകാർ 2021 അപേക്ഷിച്ച് മറിച്ച് ചിന്തിച്ചാൽ ആരും ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. ഈ പറഞ്ഞവരെല്ലാം LDF ഘടകകക്ഷിയിൽ നിന്നുള്ള മന്ത്രിമാരാണ്. പക്ഷെ മുന്നണിക്കും CPMനും ഒരു ഇടുത്തിയായി മാറുവാൻ സാധ്യതയുള്ള തോൽവികളായിരിക്കും. വ്യവസായ മന്ത്രി P രാജീവ് കളമശ്ശേരിയിലും എക്സൈസ് വകുപ്പ് മന്ത്രിയായ MP രാജേഷ് തൃത്താലയിലും നേരിടാൻ പോകുന്ന തോൽവികൾ സമ്മാനിക്കുന്നത് തങ്ങളുടെ വാക്പയറ്റ് കൊണ്ട് മാത്രം എന്നും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുമെന്നുള്ള ഇവരുടെ വിശ്വാസം അടുത്ത വർഷം അവർക്ക് തന്നെ നല്ലൊരു പാഠം നൽകും. കേരളത്തിൽ ഇപ്പോൾ UDF തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴത്തെ നിലയ്ക്കുള്ള UDF ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴും 63 സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്കും മറ്റ് ഘടകകക്ഷികൾ എല്ലാം ചേർന്ന് 100-നടുത്ത സീറ്റാണ് UDF ഉറപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇലക്ഷനെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളുമായി വീണ്ടും കാണാം.